Press the bell icon on YouTube app and never miss another update. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കുറേ ദിവസമായി. അപ്പോൾ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയ ഒരു യൂട്യൂബർക്ക് നമുക്ക് കമ്മ്യൂണിറ്റി ടാബ് എന്ന ഈ ഒരു ടാബ് എനേബിളായി വരും. അപ്പോൾ ഞാനിതിന് 3 ദിവസം മുന്നേ യൂട്യൂബിൽ റിക്വസ്റ്റ് അയച്ചു. എനിക്ക് കമ്മ്യൂണിറ്റി ടാബ് എനേബിളായി വന്നു. നമുക്ക് യൂട്യൂബിലൂടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ചോദ്യങ്ങൾ ചോദിക്കാനും മറ്റും കഴിയും. അതുപോലെ തന്നെ നമ്മൾ വിടുന്ന പുതിയ വീഡിയോസിൻ്റെ ആ ഒരു പോസ്റ്റ് ഇതിലൂടെ ഇടാവുന്നതാണ്. അതുപോലെ തന്നെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ കാണൂ അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് വ്യൂവേഴ്സിനെയും കൂട്ടാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതിൽ അതെ ഇല്ല എന്നൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരം മെസ്സേജുകളൊക്കെ നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി ടാബിലൂടെ ഇടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മെച്ചം കമ്മ്യൂണിറ്റി ടാബ് കൊണ്ട്. അതുപോലെ നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് പായി നിൽക്കേണ്ട ഒരാൾക്ക് കമ്മ്യൂണിറ്റി ടാബ് എനേബിൾ ആയിട്ടില്ലെങ്കിൽ അത് എനേബിൾ ആക്കൽ എങ്ങനെയെന്ന് ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നിങ്ങളെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ 3 ഡോട്ട് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവസാനമായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ആൻഡ് ഫീഡ്ബാക്ക് എന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് സെൻഡ് ഫീഡ്ബാക്ക് എന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ യൂട്യൂബിന് റിക്വസ്റ്റ് അയക്കാനുള്ളൊരു കഴ്സർ അവിടെ വന്നിട്ടുണ്ട്. അവിടെ ഞാനിവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുകയാണ്. ഞാനിവിടെ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ച് ഇതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്കിവിടെ നിങ്ങൾക്ക് ഇതിൽ എന്താണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ടൈപ്പ് ചെയ്ത ശേഷം നമുക്കിവിടെ സെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണാം, അത് ക്ലിക്ക് ചെയ്ത് സെൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താങ്ക് യു സെൻഡ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇതോടുകൂടി നമുക്ക് യൂട്യൂബേഴ്സിന് നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞു. പിന്നെ നമുക്കൊരു എത്ര ദിവസം വെയിറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്ക് 3 ദിവസം എടുത്തു ഈ ഒരു കമ്മ്യൂണിറ്റി ടാബ് എനേബിളായി വരാൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെ നമുക്ക് കമ്മ്യൂണിറ്റി ടാബ് എനേബിൾ ആക്കാമെന്നുള്ളതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക്സ്. Press the bell icon on YouTube app and never miss another update.